പക്ഷേ ഈ പ്രശാന്ത് PS പ്രശാന്ത്, വാസു, പത്മകുമാർ 3 പേരുടെയും അറസ്റ്റ് ഒരു പക്ഷേ CPM വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ 3 പേരിലുമായിട്ടാണ് ഇപ്പോൾ SIT നീങ്ങുന്നത്. ഇപ്പോൾ പ്രശാന്തിനെ മാറ്റി അടുത്ത ആള് ദേവസ്വം ബോർഡ് പ്രസിഡന്റായൊക്കെ എത്തി. പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കുമെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. ഒരു വലിയ കൊള്ള പുറത്തു വരാൻ ഇവരെ 3 പേരും അകത്തായാൽ ശബരിമലയിലെ ഒരു വലിയ കൊള്ള പുറത്തു വരാൻ സാധ്യതയില്ലേ? ശബരിമലയിലെ കൊള്ള ഏതാണ്ട് പുറത്തു വന്നല്ല. അവിടുത്തെ സ്വർണ്ണം മുഴുവൻ അടിച്ചു ഇവർ കൊണ്ടുപോയി. ആ കൊണ്ടുപോയതിൽ ഇവർക്ക് എന്ത് പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് എന്തായാലും കുറേശ്ശെ പങ്കുണ്ട് എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇവർ 3 പേരും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തിനാണ് ദേവസ്വം ബോർഡ് അവിടെ പ്രവർത്തിക്കുന്നത്? അവിടുത്തെ സമ്പത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ പരിരക്ഷിക്കുന്നതിനും അത് ഔദ്യോഗികമായ രീതിയിൽ എങ്ങനെയൊക്കെയാണോ നീതിപൂർവമായിട്ടുള്ള രീതിയിൽ അവിടെ നിലനിർത്തേണ്ടത്, അതിനും വേണ്ടിയുള്ള കാവൽ സംഘം എന്ന നിലക്കാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കേണ്ടത്. അതിന് പകരം അത് മുഴുവൻ കൊള്ളയടിക്കുന്ന കൊള്ളസംഘമായിട്ട് അവർ മാറിക്കഴിഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിലിടണം. എന്തുകൊണ്ട് വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം കുറച്ച് ദിവസമായിട്ട് വരുന്നുണ്ട്. വാസുവിനെ അറസ്റ്റ് ചെയ്താൽ ഉടനെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ അവസാനം ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇന്നലെ വരെ പ്രസിഡൻ്റായിരുന്ന പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്യാത്തത്. ഇപ്പം ഇവരെല്ലാം ഏതെങ്കിലും രീതിയിൽ ഇതുമായിട്ട് സഹകരിച്ച ആളുകളാണ്. എന്നുവെച്ചാൽ കളവിന് സഹകരിച്ച ആളുകൾ കൊള്ളക്കാരാണെന്നാണ്. അപ്പോൾ ഈ കൊള്ളക്കാരെ എന്താണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം എന്തായാലും പിടികൂടി അകത്തിടും എന്ന് ആളുകളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നടക്കാതിരിക്കുന്നതിന് കാരണം എന്താണ്? CPM അങ്ങനെ എതിർക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലായത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന നിലപാടെടുക്കാനാണ് സാധ്യത. കള്ളന്മാരെ ചുവന്നാൽ അവസാനം ചുവന്നവർക്ക് നാറുമല്ലോ. ഇതുകൊണ്ട് പാർട്ടി ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള യാതൊരു സാധ്യതയും തൽക്കാലമില്ല എന്നാണ് പാർട്ടിക്കകത്തു നിന്ന് വരുന്നതായിട്ടുള്ള വർത്തമാനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവർ അഴികയറാണെങ്കിൽ അവരെ പിടിച്ചോട്ടെ. പാർട്ടി എന്തിനാണ് അവരെ സംരക്ഷിക്കാൻ നടക്കുന്നത് എന്ന ഒരു നിലപാടിലേക്ക് പാർട്ടി പതുക്കെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്ന് വരുന്ന വാർത്തകളിൽ നിന്ന് വായിക്കാനായിട്ട് പറ്റുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ജയകുമാറിനെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ, ഒരു IAS ഉദ്യോഗസ്ഥനെ എന്ന് മാത്രമല്ല പല നിലകളിലും അദ്ദേഹത്തിന് വിശ്വാസവുമായിട്ടും സാഹിത്യമായിട്ടും സംസ്കാരവുമായിട്ടും കവിതയായിട്ടൊക്കെ അഗാധമായിട്ടുള്ള ബന്ധമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ അസാധാരണമായിട്ടുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഭക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ കാണാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആരൊക്കെയാണ് അയ്യപ്പൻ്റെ മുതൽ കട്ടെടുത്തിട്ടുള്ളത് അവരെയൊക്കെ അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്തായാലും ഒരു തരത്തിലും ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നില്ലാത്ത ഒരു സ്ഥിതിയായി അദ്ദേഹം നിൽക്കുക. നിർമ്മാനായി നിന്ന് അവിടെ കള്ളന്മാരെ പിടിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്ന് വെച്ചാൽ ഇവരൊക്കെ അകത്തായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എതിരാളികൾ എന്ന് പറഞ്ഞാൽ BJP ആയാലും കോൺഗ്രസ് ആണെങ്കിലും ഇവർക്കെതിരെ ആയിരിക്കില്ല ബഹളം ഉണ്ടാക്കാൻ പോകണം. വാസുവിനെതിരെയും പ്രശാന്തിനെതിരെയും പത്മകുമാറിനെതിരെയും ആയിരിക്കില്ല പ്രതിപക്ഷത്തിൻ്റെ ഗർജനങ്ങൾ വരാൻ പോകണം. ആ ഗർജനം വരാൻ പോകുന്നത് CPM-നെതിരായിരിക്കും. CPM-നെതിരെ അല്ല, പിണറായിക്കെതിരെ. അപ്പോൾ എല്ലാത്തിൻ്റെയും ചീത്ത കേൾക്കുന്ന ഒരാൾ പിണറായി വിജയനാണ്. അപ്പോൾ അവസാനം ഇതെന്ന് വെച്ചത് പിണറായി വിജയനെ തന്നെ ചീത്ത വിളിക്കുന്നതിലേക്ക്, എന്ന് വെച്ചാൽ ഈ കൊള്ള മുഴുവൻ നടത്തിയിട്ടുള്ളത് പിണറായി വിജയൻ്റെ അറിവോടുകൂടിയാണ് എന്ന് പ്രതിപക്ഷം പറയാനായിട്ടുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം അങ്ങനത്തെ ഒരു സമീപനമല്ല എടുക്കേണ്ടത്. ആരാണ് യഥാർത്ഥത്തിൽ കളവ് നടത്തിയിട്ടുള്ളത് അവന്മാരെ കള്ളന്മാരായിട്ട് കണക്കാക്കുകയും അവരെ ജയിലിലടക്കുകയും ചെയ്യണം എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണെങ്കിൽ കുറേ കൂടി എളുപ്പമാണ് അതെല്ലാം ചെയ്യുന്ന ആളുകൾക്ക്. എന്നുവെച്ചാൽ ഉദ്യോഗസ്ഥർക്ക് കുറേ കൂടി എളുപ്പമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അതിന് പകരം ഇവരൊക്കെ കട്ട് തിന്നുകയും ആ കട്ട് തിന്നതിൻ്റെ പേരിൽ പിണറായി വിജയനെ ജയിലിലടക്കുകയും ചെയ്യണം എന്ന് പറയുന്ന രീതിയിൽ ഇവർ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്നത് ശരിയായിട്ടുള്ള ഈ കൊള്ളക്കാർ അകത്ത് പോകണം എന്ന് പറയുന്ന ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമില്ലാത്തതിൻ്റെ ഫലമായിരിക്കാം. പക്ഷേ ഈ 3 പേരും, അതായത് പത്മകുമാറിനെ നമുക്ക് മാറ്റി നിർത്താം, ബാക്കി 2 പേര് PS പ്രശാന്തും വാസുവും, ഇവർ 2 പേരും പിണറായിയുടെ അതിവിശ്വസ്തരാണ്. ഇപ്പോൾ യുവതീ പ്രവേശനമൊക്കെ നേരിട്ട് കോടതിയിൽ പോയി നിലപാട് സ്വീകരിച്ച ആളാണ് വാസു. അതുപോലെ തന്നെ പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് വന്ന് പെടുന്നതിന് ഒരു നാൾ CPM-കാരനായി. പിന്നെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വളർച്ച നമ്മൾ ഈ വല്ലാത്തൊരു സാമ്പത്തിക വളർച്ചയാണ്. അതിദരിദ്രനായി കോൺഗ്രസിൽ നിന്ന് വന്നു, പക്ഷെ അതിസമ്പന്നനായി CPM-ൽ തുടരുന്ന ഒരു പ്രശാന്തിനെയാണ് നമ്മൾ കാണുന്നത്. അതായത് CPM
പ്രശാന്തിനെ സമ്പന്നനാക്കി പണക്കാരനാക്കി അതെ. അല്ലേ? അപ്പോൾ ഈ ശബരിമലയിലൂടെ വളർന്ന ഒരാളാണ് പ്രശാന്ത് എന്നാണ് പലരും ആരോപിക്കുന്നത്. അയ്യപ്പനെ കൊണ്ട് ജീവിച്ച ഒരാളാണ് പ്രശാന്തനും വാസു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വിശ്വസ്തരെ തൊടുമ്പോൾ പിണറായി അങ്ങനെ നോക്കിയിരിക്കുമോ? അല്ല, പിണറായി ഇതിനകത്ത് വിശ്വസ്തരെ സംരക്ഷിക്കാൻ പോവുമോ അതേ പിണറായിയെ സംരക്ഷിക്കാൻ പോകും? പിണറായിയുടെ പ്രശ്നമാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ സംരക്ഷിക്കാൻ നടന്നാൽ പിണറായിയാണ് അപകടത്തിലാകുന്നത്. അങ്ങനെ സ്വയം അപകടത്തിലാകുന്ന ഒരു രീതിയും കഴിഞ്ഞ 10 വർഷമായിട്ട് 10 വർഷമല്ല 9 വർഷക്കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മനസ്സിലായ അദ്ദേഹത്തെ സഹായിച്ച ആളുകളാണ് എന്ന്, അല്ലെങ്കിൽ അദ്ദേഹം സഹായിച്ച ആളുകളാണ് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെങ്കിൽ പോലും വളരെ കൃത്യമായി കുറ്റവാളിയെ ജയിലിലടക്കേണ്ട ഒരു ഘട്ടമെത്തുന്ന സമയത്ത് ആ കുറ്റവാളിയെ ചുമക്കാൻ പിണറായി വിജയൻ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇവർ കള്ളമുതൽ പങ്കാളികളാണ് എങ്കിൽ, അല്ലെങ്കിൽ കള്ളമുതൽ പങ്കുപറ്റിയവരാണ് എങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും. പിണറായി നോക്കി നിൽക്കും, അത്രേ ഉണ്ടാവുള്ളൂ. പിണറായി അവരെ സംരക്ഷിക്കുമെന്ന് നമ്മൾ കരുതുന്നത് രാഷ്ട്രീയമായിട്ട് പോലും മണ്ടത്തരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ചർച്ച തുടങ്ങിയ, അതായത് ഈ ശബരിമല കൊള്ള പുറത്തു വന്ന അന്ന് മുതൽ പല ദിവസവും നമ്മൾ പലരും സംസാരിച്ചു വരുന്നുണ്ട്. ഇന്ന് വരെ നമ്മൾ സംസാരിക്കുമ്പോഴും ഈ പത്മകുമാറും വാസുവും പ്രശാന്തും സേഫാണ്. ഇതുവരെ അവരെ വാസുവിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു, വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് പറയുന്നത്. പത്മകുമാറിനെയും അങ്ങനെ തന്നെയാണ്. ഇവരൊക്കെ ഈ ചോദ്യം ചെയ്യൽ ഒരു നാടകമായിട്ടാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതായത് ഇന്ന് അറസ്റ്റ് ചെയ്യും, നാളെ അറസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ മറ്റന്നാൾ അറസ്റ്റ് ചെയ്യും. ഇതൊരു കോടതി പോലും കൃത്യമായി ഇടപെട്ടിട്ട് പോലും ഇതിലൊരു അന്താരാഷ്ട്ര വിഗ്രഹ കടത്തൽ റാക്കറ്റിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ള വലിയ നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് പോലും വാസുവിൻ്റെ കൃത്യമായി സ്വർണം എന്ന് പറയുന്നത് ചെമ്പായി എഴുതിയത് വാസുവിൻ്റെ അറിവോട് കൂടിയാണെന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ടായിരിക്കും വാസുവിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടും പിന്നെയും അത് ഈ വഴുതി മാറുന്നത്? SIT സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഒരു സംശയം അത് തന്നെയാണ്. സാധാരണക്കാരായ മനുഷ്യരുടെ മാത്രമല്ല, പൊതുവേ ഈ കാര്യങ്ങളൊക്കെ നിഷ്പക്ഷമായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെയും സംശയം അതാണ്. പ്രതിപക്ഷത്തിൻ്റെയും സംശയം അത് തന്നെയാണ്. കാരണം എന്താണ്? ഇത് വലിയ സ്രാവുകളാണ്, ചെറുമീനുകളല്ലോ ഇത്. ഈ സ്രാവുകൾ പിടിക്കപ്പെട്ടാൽ പൊതുവെ കരുതപ്പെടുന്നത് അതിൻ്റെ മുകളിലേക്കും പിടിമുറിയേക്കാം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇവരുടെ കാര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, അത് മന്ത്രിമാരിലേക്ക് തന്നെ എത്തിച്ചേരാനായിട്ടുള്ള സാധ്യത. ദേവസ്വം മന്ത്രിയും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു നിരീക്ഷണത്തിൽ വരാൻ സാധ്യത. മന്ത്രി ഇങ്ങനെ ഈ കൊള്ളക്കാരനാണെന്ന് വന്നാൽ പിന്നെ CPMന് കേരളത്തിൽ എവിടെയെങ്കിലും നിലനിൽപ്പുണ്ടാവും? ഒരു നിലനിൽപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് ആളുകൾ അങ്ങനെ സംശയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഇവിടെ കോടതി ഇതിനകത്ത് ഇടപെടുമ്പോൾ കോടതി ഇതിൻ്റെ ഒരു ഭരണഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ശബരിമലയിൽ കോടതിയുടെ പ്രതിനിധിയൊക്കെ അവിടെ ഉള്ളതാണ്. മറ്റ് കാര്യങ്ങളിൽ ഇടപെടുന്ന പോലെയല്ല കോടതി ഇതിനകത്ത് ഇടപെടും. കോടതിക്ക് അതിനേക്കാൾ ഉയർന്ന ഉത്തരവാദിത്വം ഇതിനകത്തുണ്ട് എന്നാണ് ഞാനെപ്പോഴും കരുതുന്നത്. അതിൻ്റെ കാരണം ഈ ശബരിമലയുടെ ഭരണഘടനാ സംവിധാനത്തിൻ്റെ ഒരു പാർട്ടാണ് കോടതി എന്നുള്ളത്. ആ കോടതിയെ പോലും പറ്റിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം അവിടെ നടത്തപ്പെട്ടത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് കോടതി ഒച്ചയിൽ ചോദിക്കുന്നത്, ഇവിടെ നിന്നുള്ള സാധനങ്ങൾ, വസ്തുക്കൾ ആര് പറഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് കോടതി ചോദിക്കുന്നത്. കാരണം കോടതി പറയാതെ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. അത് കോടതി ഇങ്ങനെ ഉച്ചയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം കോടതിക്ക് ഇപ്പോൾ അതിൻ്റെ മുഖം നിലനിർത്താൻ കഴിയണമെങ്കിൽ തന്നെ ഈ കേസ് സത്യസന്ധമായിട്ടുള്ള രീതിയിൽ തെളിയിക്കപ്പെടണം. അല്ലെങ്കിൽ കോടതിയുടെ മുഖം പോലും മങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അത്ര രൂക്ഷമായ തീവ്രമായ ഒരു സ്വഭാവം പുലർത്തുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇവർ കുറ്റക്കാരാണെങ്കിൽ, ഇവരുടെ അറിവോടുകൂടിയാണ് ഈ കളവ് നടന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇവരിൽ ജയിലിലാക്കപ്പെടുകയും ചെയ്യും. ആ സമയത്ത് അവരെ സംരക്ഷിക്കാനായിട്ട് പിണറായി വരില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.